ഈ ഒരു അവസ്ഥയെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തര വിഷാദ രോഗം എന്ന് പറയാം. നമുക്കറിയാം, പ്രസവം കഴിയുമ്പോൾ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ ചില വ്യത്യാസങ്ങൾ വരും. അതിനെ തുടർന്നൊരു 80% സ്ത്രീകൾക്കും നേരിയ തോതിലുള്ള ചെറിയ ചില വിഷമങ്ങളൊക്കെ വരും. 1-2 ദിവസത്തെ ചെറിയൊരു ഉറക്കക്കുറവ്, ചെറിയൊരു ടെൻഷൻ, ചെറിയൊരു വെപ്രാളം, ഇടയ്ക്കൊന്ന് കരച്ചിൽ വരിക, ഭക്ഷണത്തിനോടൊരു താല്പര്യം കുറയുക. മിക്കവാറും ആളുകളിൽ ജീവിത പങ്കാളിയുടെ ഒരു സ്നേഹപൂർവമായ സാന്നിധ്യവും മറ്റു ബന്ധുക്കളുടെ സാമീപ്യവും പോഷകാഹാരവും സമ്മർദ്ദരഹിതമായ ഒരു അന്തരീക്ഷവും കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി അങ്ങ് മാറിപ്പോകാറുണ്ട്. എന്നാൽ ചെറിയൊരു ശതമാനം സ്ത്രീകളിൽ ഇത് അല്പം തീവ്രമായ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഒരു വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോകാറുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ തുടർച്ചയായിട്ട് സങ്കടം അനുഭവപ്പെടും. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീണ്ടു നിൽക്കും. മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും ചെയ്യാൻ താല്പര്യമില്ലായ്മ വരും, വല്ലാത്ത ക്ഷീണം വരും, ഉറക്കം നഷ്ടപ്പെടും, വിശപ്പില്ലാതെയാവും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും, ചിന്തകളുടെയും പ്രവൃത്തികളുടെയൊക്കെ വേഗത കുറയുന്ന പോലെ തോന്നും, ഓർമ്മക്കുറവ് പോലെ വരും, ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ സമയമെടുക്കും, അതുപോലെ ഒരു നിരാശ പെട്ടെന്ന് വരും. അത് പ്രധാനമായിട്ട് കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇവർക്കൊരു സങ്കടം വരുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും രോഗം വരുമോ, കുട്ടി മരിച്ചു പോകുമോ, കുട്ടിക്ക് കൃത്യമായ ചികിത്സ കിട്ടാതെ വരുമോ, കുട്ടിയെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ, ഒരു അമ്മയെന്നുള്ള നിലയിൽ ഞാനൊരു പരാജയമായി പോകുമോ, ഇത്തരത്തിലുള്ള കുറേ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കും.